ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹരിതഗൃഹം. ഇന്ന് നമ്മൾ വേറെ ടൈപ്പ് ആവശ്യത്തിന് ക്ലേ എടുക്കാം. ക്ലേ എടുത്ത് നല്ലപോലെ ഇതിങ്ങനെ വയ്ക്കാം. വെച്ചതിന് നമ്മുടെ ചപ്പാത്തി ഒറ്റണ വടി കൊണ്ട് പയ്യന് ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലത്തെ മൂടിയ വെച്ച് ഇങ്ങനെ ബാക്കിയുള്ള വശം ഇങ്ങനെ ഇതാക്കി കളയുന്നുണ്ട്, എടുത്ത് മാറ്റും. ഉണ്ട്. എന്നിട്ട് ഇതേപോലത്തെ റൗണ്ട് കിട്ടും നമുക്ക്. ഉണ്ട്. എന്നിട്ട് ഇതിൻ്റെ അരികെ ഇങ്ങനെ ഇതേപോലെ ഉരുട്ടി എടുക്കുന്നുണ്ട്. റൗണ്ട് ക്ലിയറായിട്ട് നോക്കണ്ട. അതായത് ഈ ഭാഗം ഉണ്ട്, ഈ ഭാഗം നല്ല സൂപ്പറായിട്ട് എടുക്കണം. നമുക്ക് ഇതിൻ്റെ ഈ റൗണ്ടിൻ്റെ പകുതിയല്ല, ഒരു കാൽ ഭാഗം കളയണം. വേണ്ട ഓടിച്ചേ. ഇതിൻ്റെ അരികും വല്ല ഇതുണ്ടെങ്കിൽ അത് നമ്മൾ നികത്തിയെടുക്കണം. ഇനി ഇതിന്മേൽ നമുക്ക് കുറേ പണികൾ ചെയ്യാനുണ്ട്. അതിൽ നമ്മുടെ ഇതേപോലത്തെ ഇതിങ്ങനെ പിടിപ്പിച്ചെടുത്തത് കണ്ട. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് മുത്തുകൾ ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുത്തി വെച്ച് കൊടുക്കാം നമുക്ക്. ഇതിപ്പോൾ സെൻറ്ററായിട്ടില്ല, ഇത്തിരി ഒരെണ്ണവും കൂടെ ഇവിടെ നമുക്ക് വെക്കാം. ചരട് കോർക്കാൻ 2 കൊളുത്ത് കൂടി ഇട്ടിട്ടുണ്ട്. 2 കൊളുത്ത് ഡിസൈനായിട്ടുണ്ട്. നമുക്ക് ഇതിന് ചുറ്റും ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടാകും. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കൊരു ഡിസൈൻ കൊടുക്കാം. അതിന് ഈ പേനയുടെ ഇത് ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇവിടെ വരണം കൊടുത്ത് അധികം ഇതായിട്ട് പ്രസ് ചെയ്യരുതേ. നമ്മൾ ചെയ്തിട്ടുണ്ട്. വേണ്ട ഈ റൗണ്ടിൽ വന്നിട്ട് പീസ് കിട്ടി. മാലയുടെ ലോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഉണക്കിയെടുക്കണം. ഉണങ്ങിയതിന് ശേഷം, നല്ലോണം ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. കരിമ്പച്ച പെയിൻറ്റ്. ഇതിൻ്റെ നടുക്ക് നമ്മൾ ബ്ലാക്ക് പെയിൻ്റാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ലോക്കറ്റ് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് പെയിൻറ്റ് കൊടുക്കാം. നമ്മളിവിടെ 2 കൊളുത്തൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്, ത്രെഡ് കോർക്കാൻ വേണ്ടിയിട്ട്. നമുക്ക്
നമ്മൾ ഈ പച്ച കൊടുത്താൽ ശരിയാവില്ല, ഇത്രയും കൂടെ ലൈറ്റാക്കണം. അപ്പം നമ്മൾ ഇത്തിരി വെള്ള കളർ ഉണ്ട് പെയിൻറ്റ് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ ഒരു ഇത്തിരി കോളം ലേശം പച്ച എടുത്തിട്ട് അത് നമുക്ക് മിക്സ് ചെയ്യാം. ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പച്ച കളർ ഓറഞ്ച് കൊടുക്കണേന്. നമ്മൾ ആ ഓറഞ്ച് ചുറ്റിനും ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഉണ്ട്. നമുക്ക് ഈ ഹോളുകളില്ലേ അവിടെയും കൂടെ നമുക്ക് കൊടുക്കണം. അവിടെ നമുക്ക് ഈ പച്ച കൊടുക്കാം. നൂല് എടുക്കാം. ഇങ്ങനത്തെ നൂലെടുത്തിട്ട് ഇങ്ങനത്തെ ഒരു 3 നൂല് മേടിക്കാം. 3 നൂല് മേടിച്ചിട്ട് ഇതേപോലെ നീളത്തിൽ എന്താ, ഞാനിത് 2 നൂലാണിത്. 2 നൂല് കൊണ്ടാണ് ഇങ്ങനെ ഇത്രയും വലുപ്പത്തിലാക്കിയെടുത്തത്. എന്നിട്ട് നമുക്കിനി ലോക്കറ്റിൽ കോർത്തെടുക്കാം. ഈ നൂല് നമ്മളിങ്ങനെ ചുറ്റി എടുക്കും. നൂലതിൽ കോർത്തെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കും. നമ്മൾ ഈ കൊളുത്തുമ്മയിൽ കൂടെ ഇങ്ങനെ നൂല് കോർത്തെടുത്ത് കണ്ട ഇങ്ങനെ ഇതേപോലെ ഈ കൊളുത്തുമ്മയിൽ കൂടെ നൂല് കോർത്തെടുത്ത് മുടക്കി വെച്ച് അതിന് ശേഷം ആ കളർ നൂല് തന്നെ എടുത്തിട്ട് ഇങ്ങനെ കെട്ടുക. ചുറ്റിയെടുത്ത് കെട്ടിയെടുക്കുക. റെഡിയായിട്ടുണ്ട്. ഇനി ഇത് കഴുത്തിലേക്ക് ഇട്ടാൽ മതി. അങ്ങനെ നമ്മുടെ മാല റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇത് കാണുക. എന്നിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയേക്കണം അതേപോലെ ഉണ്ടാക്കാനായിട്ട് നോക്കുക. ഇതേപോലെ ചരടിട്ടിട്ട് നമുക്ക് ഒരു കല്യാണം ഫങ്ഷൻ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണേ.